ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് അവരുടെ ഭീതി, അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്കറിയാലോ, 25 വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത്, 4 നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം എല്ലാവരുടെയും സ്മരണകളിൽ നിന്ന് മറഞ്ഞുപോയി. വെച്ചാൽ ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് 23 വയസ്സായി 24 വയസ്സായി, അവരൊന്നും ഒന്നും ഓർക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനൊരു വിഷയം വരുന്നത്. വീണ്ടും പ്രശ്നമായി. ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ എന്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ UK-യിലേക്കും വിസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ വാർത്താ സമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ വരിയാണ് അംബാസഡർ വന്നിട്ട് പറഞ്ഞു, ഒറ്റ വരിയാണ്, നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ്. ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമല്ലേ? പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അത് വേറൊരു കാര്യമാണ്. അത് ഡിപ്ലോമാറ്റിക് റിലേഷനാണ്. അതേസമയം ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് ആ മുഖ്യമന്ത്രി ചെയ്തു വെച്ചാൽ, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് റോൾ ഉണ്ടെന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ലോകം തന്നെ സംശയത്തോടുന്ന കാലഘട്ടത്തിലാണ് വിസ നിഷേധിച്ചത് നരേന്ദ്രമോദിക്ക്. പക്ഷേ വെൻ ഹി ബിക്കെയിം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നിങ്ങൾക്ക് അത് ഡിനൈ ചെയ്യാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാകണം, അതിനകത്തൊന്നും സംശയമില്ല. അങ്ങനെയാണ് അത് മാറുന്നത്.